മാഹി വാക്ക്വേ മോർണിംഗ് സ്റ്റാർ ഗ്രൂപ്പും തലശ്ശേരി ആര്യ ഗ്രൂപ്പ് ഫലൂദ വേൾഡും സംയുക്തമായി നവവത്സരാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. മാഹി വാക്ക്വേയിൽ സംഘടിപ്പിച്ച പരിപാടി മുൻ ആഭ്യന്തരമന്ത്രി ഇ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. ഒരു സ്ഥാപനം ആരംഭിക്കുക എന്നതിലുപരി ആ സ്ഥാപനത്തിന്റെ പേരും പെരുമയും ഉണ്ടാക്കുക, ആ പേരും പെരുമയിൽ നമ്മുടെ നാടിന്റെ ആ ഖ്യാതി വർദ്ധിപ്പിക്കുക എന്നത്. മൂന്നാട്ടൻ നമ്മുടെ പ്രിയ സുഹൃത്താണ്, എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹം ഡൽഹിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാനെപ്പോഴും ഔദ്യോഗികമായി ഡൽഹിയിൽ പോകുന്ന സമയത്ത് ഒരു ദിവസം നമ്മൾ കൂടിച്ചേരുകയും ഭക്ഷണം നിർബന്ധപൂർവം നമ്മൾ കഴിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കുറേ വർഷങ്ങളോളം അത് തുടർന്നിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ എഞ്ചിനീയർ വളരെ അദ്ദേഹത്തിൻ്റെ പ്രായം മാത്രം ആരും ചോദിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം വളരെ വർഷങ്ങൾക്ക് മുമ്പ് എഞ്ചിനീയർ ആവുന്ന ആളുകൾ വളരെ കുറവാണ്. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ മാഹിയിലെ ആദ്യത്തെ പട്ടാള ഓഫീസറും ആദ്യത്തെ എഞ്ചിനീയറുമാണ്. അവരുടെയൊക്കെ സുഹൃത്ത് എന്ന നിലയിലും അതേപോലെ തന്നെ ഈ മാഹിയിൽ അദ്ദേഹം വന്നതിന് ശേഷം മാഹിക്ക് വേണ്ടി അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ നമ്മുടെ ഒരു സഹപ്രവർത്തകൻ മാഹിക്കാരനായി മാറിക്കഴിഞ്ഞ ഒരു സഹപ്രവർത്തനായിട്ടാണ് നമുക്ക് അദ്ദേഹത്തെ കാണുന്നത്. അതേപോലെ എൻ്റെ ഇടവേളക്കാരൻ ശ്രീ അബ്ദുറഹ്മാൻ, അവരും മാഹിക്കാരനായി മാറിക്കഴിഞ്ഞു. അങ്ങനെ കുറേയധികം ആളുകൾ മാഹിയിലേക്ക് ചേക്കേറിയ ആളുകൾ. CH സെന്റർ പ്രസിഡന്റ് AV യൂസഫ് അധ്യക്ഷത വഹിച്ചു. സ്വാഗത ഭാഷണം പറഞ്ഞ പോലെ നമ്മൾ വളരെ പല ദിക്കിലുള്ള പല ആൾക്കാരെങ്കിലും ഓർത്തിണക്കിക്കൊണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിന്റെ ഭാഗമായി നമ്മൾ ഇതിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ, സാധാരണ ഗ്രൂപ്പുകൾ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, നമുക്കറിയാം 900 ഗ്രൂപ്പുകൾ ദിവസം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ രൂപത്തിലാണ് OK മോർണിംഗ് സ്റ്റാറിന്റെ. എന്നാൽ ആരോഗ്യമാണ് ഏതൊരു മനുഷ്യന്റെ സമ്പത്ത്. ആരോഗ്യമില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കിടന്നുറങ്ങുന്നവരെ വിളിച്ചുണർത്തി OK കൊണ്ടുവന്ന് നടത്തിക്കുകയും അതുപോലെ വ്യായാമം ചെയ്യിക്കുന്ന ഒരു ഗ്രൂപ്പാണ് OK മോർണിംഗ് സ്റ്റാർ. അതുമാത്രമല്ല, ഞങ്ങളുടെ ഇടയിൽ ആരൊക്കെ പ്രയാസപ്പെടുന്നുണ്ട് അവരൊക്കെ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടെല്ലാം ഞങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അതുമാത്രം ഞങ്ങളുടെ ഇടയിൽ ആരൊക്കെ വരുന്നുണ്ട് അവർക്കൊക്കെ ഞങ്ങൾ സഹായം ചെയ്തിട്ടുള്ള ഗ്രൂപ്പാണ് OK മോർണിംഗ് സ്റ്റാർ. എഴുത്തുകാരൻ M. മുകുന്ദൻ മുഖ്യ ഭാഷണം നടത്തി. കഴിഞ്ഞ തവണ നമ്മളിവിടെ കൂടിയപ്പോൾ കഴിച്ച കേക്കിന്റെ മധുരം അതിപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അതാരാണ് ഉണ്ടാക്കിയെന്നറിയില്ല, എനിക്ക് തോന്നുന്നത് ഫലൂദ അവരെ ഉണ്ടാക്കിയത്. അതിന്റെ രുചി ഇപ്പോഴും ഓർമ്മകളിലുണ്ട്. അപ്പൊ ഞാനവിടെ വരുമ്പോൾ ആഗ്രഹിച്ചത് അതാണ്, ഇവിടെ കേക്ക് ഉണ്ടാകുമെന്നതാണ്. അത് ഉണ്ടാകുമെന്ന് ഉറപ്പില്ലായിരുന്നു, കാരണം ഞാനിവിടെ വന്നപ്പോൾ ഒന്നും കണ്ടില്ല. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു കേക്ക് ഉണ്ടാകുമോ. പക്ഷേ കേക്കിന്റെ ഉടമസ്ഥൻ തന്നെ ഇവിടെ ഉള്ളത് കൊണ്ട് ഇപ്പോഴങ്ങനെ സംശയമില്ല, കേക്ക് മുറിക്കും വൈകാതെ. കഴിഞ്ഞ തവണ നമ്മളിവിടെ കൂടിച്ചേർന്നത് കോവിഡിന് ശേഷമായി. കോവിഡിന്റെ ആ ഒരു മഹാമാരി വിതച്ച നാശങ്ങൾ, മരണങ്ങൾ അതൊക്കെ അവസാനിച്ചു. നമ്മളൊരു പുതിയ ലോകത്തിന്റെ പ്രതീക്ഷയുമായി തന്നെ ഇവിടെ കൂടിയത്. ഈ പ്രാവശ്യവും നമ്മൾ അതുപോലെ തന്നെയാണ്, പുതിയ പ്രതീക്ഷകളുമായി തന്നെ ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ നമ്മുടെ മനസ്സിൽ ഒരുപാട് അസ്വസ്ഥതകളുണ്ട്. കാരണം നമ്മൾ എന്നും രാവിലെ പത്രം വായിക്കുമ്പോൾ കാണുന്നത് എന്താണ്, ഗാസയുടെ കാര്യമാണ്. ഗാസ എന്നല്ല, ആ നാടിപ്പോഴും ഒരു നാടല്ല, അതിപ്പോഴൊരു ശ്മശാനമാണ്. ഒരു നാട് മുഴുവനും ബോംബ് വീണ് തകർന്നിരിക്കുകയാണ്. അവിടെ ഒന്നും അവശേഷിച്ചിരിക്കുന്നില്ല. എത്രയോ കുട്ടികൾ മരിക്കുന്നു, സ്ത്രീകൾ മരിക്കുന്നു, പ്രായമായവർ മരിക്കുന്നു. നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ദുരന്തമാണത്. ഇത്രയധികം മനുഷ്യരിൽ കുട്ടികൾ മരിക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. ആ ഒരു വേദന നമുക്കുണ്ട്. ആ വേദനയോടെയാണ് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ചടങ്ങിൽ യുവ വ്യവസായ പ്രമുഖൻ റാഫി ഐച്ചസിന് ബെസ്റ്റ് പെർഫോമിംഗ് അവാർഡ് നൽകി M. മുകുന്ദൻ ആദരിച്ചു.
ഫാലൂദ വേൾഡ് MD ആര്യ അസ്ലം സമ്മാനിച്ച കൂറ്റൻ കേക്ക് ഈ വത്സരാജ് സ്നേഹമധുരം പങ്കുവച്ചു. ഹാപ്പി ന്യൂ ഇയർ ആശംസ നേരുന്നു, എല്ലാവർക്കും നേരുന്നു ഹാപ്പി ന്യൂ ഇയർ. വാക്ക്വേ മോർണിംഗ് സ്റ്റാർ ഹാപ്പി ന്യൂ ഇയർ, എല്ലാവർക്കും നേരുന്നു ഹാപ്പി ന്യൂ ഇയർ. വാക്ക്വേ മോർണിംഗ് സ്റ്റാർ ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. മിംസ് ഹോസ്പിറ്റൽ ഡയറക്ടർ എഞ്ചിനീയർ അബ്ദുറഹ്മാൻ വീരോളി, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ചാലക്കര പുരുഷു, ഡോക്ടർ M മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. സാമ്രാജ്യത്തിൽ ജീവിച്ച് ഇന്ത്യ നോക്കിക്കണ്ട് മാഹിപ്പുഴയുടെ തീരങ്ങളിൽ എഴുതിയ എൻ്റെ സഹജീവിനോ, ഞങ്ങൾ രണ്ടാളും ഒരേ വയസ്സുകാരാണ്. വയസ്സ് 3 പറഞ്ഞല്ലോ, രണ്ടുപേരും ഒരേ വയസ്സ്. 3 കേട്ടെന്നൊന്നും എനിക്ക് വിളിക്കേണ്ട, അതിനൊന്നും ആവശ്യമില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരേ വയസ്സുകാർ. ആ മാഹിപ്പുഴ എഴുതിയ ബോധത്തെയും ആ മാഹിപ്പുഴയിൽ ഒരു നടപ്പാത സൃഷ്ടിച്ച ചരിത്രം സൃഷ്ടിച്ച ഒരു മഹാ പോളിറ്റീഷ്യനാണ് രാജ്യതന്ത്രജ്ഞനായ എൻ്റെ സുഹൃത്ത് വയസ്സായ ഇടയ്ക്ക് നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത്. വളരെ ശരിയാണ് ഈ മിസ് മോഹനം പറഞ്ഞിരുന്നത്, രണ്ടുപേരും പറഞ്ഞിരുന്നത്. വാസ്തവത്തിൽ ഈ മാഹി എന്ന ചുറ്റുപാടിൽ ഞങ്ങളൊക്കെ, ഞാൻ പഠിക്കുന്ന കാലത്ത് 1962 ആണെന്ന് നിങ്ങൾ മാഹിയായിട്ടുള്ള ദിനങ്ങളിൽ എൻ്റെ ക്ലാസ്മേറ്റുകളൊക്കെ മൂന്നിൻ്റെ സുഹൃത്തുക്കളായിരുന്നു. CH ഗംഗാരം, CH ഗോപാലൻ മുതലായ ആൾക്കാരൊക്കെ ഞങ്ങൾ വളരെ ഫ്രണ്ട്ഷിപ്പിൽ നടക്കുന്ന കാലത്ത് മുതലേ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരനാണ് മൂന്ന്. സ്വന്തമായ ഒരു ഭൂമി മാത്രമല്ല, സ്വന്തമായ ഒരു ആകാശം പോലും സൃഷ്ടിച്ച ഒരാളാണ് മൂന്നട്ട്. നമുക്കറിയാം 3 കിലോമീറ്റർ അത് പുഴയായി, അഴിമുഖമായി, കടലായി മാറുമ്പോൾ ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ വെള്ളത്തിന് മുകളിലൂടെ കടന്നുപോകുന്ന നടപ്പാത നമുക്കൊരു വിസ്മയമാണ്. അതിനെ ഞാൻ കാണുന്നത് ഈ മോർണിംഗ് സ്റ്റാറിലെ സൗഹൃദങ്ങളുടെ സുഗന്ധം പേറുന്ന ഒരു പാലം കൂടിയാണ്. ഒരു ന്യൂ ഇയർ ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. വോക്കയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ഗ്രൂപ്പുകളെ പോലെ ഒരു ഗ്രൂപ്പ് എന്ന് പറയാൻ സാധിക്കില്ല. നമ്മൾ എല്ലാവരും ഒരു സഹോദരങ്ങളെ പോലെയാണ് എപ്പോഴും കഴിഞ്ഞുകൂടാറ്. ആർക്കെന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൽ നമ്മൾ പങ്കുകൊള്ളുകയും എല്ലാ സന്തോഷത്തിലും ദുഃഖത്തിലും നമ്മൾ പങ്കുചേരുകയും ചെയ്യുന്ന ഒരു വ്യത്യസ്തമായ ഒരു ഗ്രൂപ്പാണ് നമ്മുടെ ഓപ്പേ മോൺസ്റ്റാർ. തലശ്ശേരിയിൽ നടന്ന മാരത്തോൺ കൂട്ടയോട്ടത്തിൽ പങ്കെടുത്ത് ഫിനിഷ് ചെയ്ത അംഗങ്ങളെ ഉപഹാരങ്ങൾ നൽകി അനുമോദിക്കുകയും ചെയ്തു.